ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു. ഒരു വിഗ്രഹക്കടത്തുകാരനാണെന്ന് നാം പറയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ സൂചനകളെല്ലാം നയിക്കുന്നത് സോണിയാഗാന്ധിയിലേക്കാണ്. സോണിയാഗാന്ധിക്ക് ശരിക്കും ഇതുമായിട്ട് പങ്കുണ്ടാകുമോ? സോണിയാഗാന്ധിയുടെ പങ്ക് അന്വേഷിക്കേണ്ടതാണ്. ഉണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഒരു വ്യവസായിയുടെ പേര് പറയുകയും ആ വ്യവസായി ഡി മണിയുടെ പേര് പറയുകയും അങ്ങനെ ഡി മണിയിലേക്ക് അന്വേഷണം എത്തുകയും ഇപ്പോൾ കേൾക്കുന്ന കാര്യം ഉറപ്പാക്കിയിട്ടില്ല. ഈ ഡി മണി എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ ചെന്നൈയിലുണ്ട്. അദ്ദേഹത്തെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചോദ്യം ചെയ്യുമെന്നൊക്കെ ചില ചാനലുകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഡി മണി എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹമാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതും നമുക്ക് അവസാനത്തെ ആളായിരിക്കില്ല. ഈ ഡി മണി എന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ണിലെ ഏറ്റവും ചെറിയ ആളായിരിക്കും. ഇതിൽ ഒരു സംഗതി ഉള്ളത്, ഈ കള്ളക്കടത്ത് തുടങ്ങുന്നതിനൊക്കെ മുൻപാണ് ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം ഈ സോണിയാഗാന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധിയിലേക്ക് എത്തി എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കൈ പിടിച്ചുകൊണ്ട് കങ്കണം ചാർത്തി കൊടുക്കത്തക്ക വിധത്തിലുള്ള അടുപ്പം ഇദ്ദേഹത്തിനുണ്ടായി. സോണിയാഗാന്ധിയെ അക്കാലത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം അവർ Z കാറ്റഗറി സെക്യൂരിറ്റിയിൽ ഇരിക്കുന്നു. അവരെ കാണണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ നമുക്ക് അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കെ കരുണാകരന് പോലും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട്. പക്ഷേ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 കോൺഗ്രസ് MPമാർ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ, ഒന്ന് ആൻ്റോ ആൻ്റണിയും 2 അടൂർ പ്രകാശും. അപ്പോൾ ഇവരവിടെ എത്തിച്ചു കൊടുക്കുന്നു. ആ വീട്ടിൽ ഇയാൾക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സൂചനയാണ് ഇയാൾ കങ്കണം ചാർത്തി കൊടുക്കുന്നതും. ആ കങ്കണം ചാർത്തി കൊടുക്കുന്ന ചിത്രം എടുക്കാൻ സോണിയാഗാന്ധിയുടെ അവിടെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റില്ല. സോണിയാഗാന്ധിയുടെ അടുത്തുനിന്നൊരു ചിത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ട് സ്ക്രീനിങ് കഴിഞ്ഞിട്ടേ നമുക്ക് ഫോട്ടോ കിട്ടുള്ളൂ. അപ്പോൾ ആ സ്ക്രീനിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് സോണിയാഗാന്ധിയുടെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ, അയാൾ അന്നും ഇന്നും ഒരു പെഴ്സോണ നോൺ ഗ്രേറ്റയാണ്. അങ്ങനെ ഒരു വലിയ ആളല്ല. അങ്ങനെയുള്ള ഒരാൾ സോണിയാഗാന്ധിയിലേക്ക് ഒരു വലിയ ഗസ്റ്റായിട്ട് സോണിയാഗാന്ധിയെ കൊണ്ട് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അങ്ങനെ ഇദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം അവിടെ എന്തിന് ചെന്നു എന്നൊരു ചോദ്യം അന്ന് പ്രസക്തമായിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രസക്തമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനേകം വിഗ്രഹങ്ങൾ, പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്ന് മാത്രമല്ല, അവസാനമായി ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം, ആ വാജിവാഹനത്തിൻ്റെ ഒറിജിനലും ഈ വിഗ്രഹക്കടത്തുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോറ്റിയുടെ അല്ല, തന്ത്രിയുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ റിപ്ലിക്കയാണ് എന്നൊരാക്ഷേപം കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെല്ലാം വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു വിവരവുമില്ല. ഇവിടുന്ന് മാത്രമല്ല, പോറ്റി വന്നതിന് ശേഷം, ദേവസ്വം ബോർഡിൽ പോറ്റി എത്തിയതിന് ശേഷം ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന്, ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് ഏതെല്ലാം വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരുപാട് വിഗ്രഹങ്ങൾ പോയിരിക്കുന്നു എന്നൊരു നിഗമനം മാത്രമാണ് ഇപ്പോഴുള്ളത്. അത് എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധിച്ചതിന് ശേഷം വളരെ വിദഗ്ധർ പരിശോധിക്കേണ്ടി വരും ഇതിൻ്റെ പഴക്കം നിർണ്ണയിക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ പഴക്കമുള്ള കാര്യങ്ങൾ ഇത് കടത്തപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് സോണിയാഗാന്ധി സംശയത്തിൻ്റെ നിഴലിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക്, അവരുടെ സഹോദരിക്ക്, ഇളയ സഹോദരിക്ക് അനുഷ്ക മൈനോയ്ക്ക് അവിടെ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, 2 വലിയ ഈ പുരാവസ്തു അല്ല, ഈ ഇത്തരത്തിലുള്ള പുരാണ വിഗ്രഹങ്ങൾ വിൽക്കുന്ന 2 വലിയ കടകളുണ്ട്. ഒന്നിൻ്റെ പേര് ഗണപതി എന്നും വേറൊന്നിൻ്റെ പേര് എത്തനിക്ക റിവോൾട്ട. ഈ എത്തനിക്ക റിവോൾട്ട എന്നും ഗണപതി എന്നും പേരിൽ ഇവർക്ക് 2 വലിയ
ഇത് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ആ കച്ചവട സ്ഥാപനങ്ങളിൽ ചിരപുരാതനമായിട്ടുള്ള വിഗ്രഹങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെയാണ് ഈ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ വിഗ്രഹക്കടത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പോറ്റി എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം പോറ്റി കോടികളുടെ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റേ സ്വർണ്ണ കച്ചവടക്കാരൻ പറയുന്ന അയാൾ തന്നെ 1.25 കോടി ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും അല്ലല്ലോ. പിന്നെ ഈ വിഗ്രഹങ്ങൾക്കുള്ള വില എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പുരാവസ്തുക്കളുടെ വില എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് മോഹവിലയാണ്. അത് എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പുരാവസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെടുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെട്ടിരിക്കുന്ന പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു കട സോണിയാഗാന്ധിയുടെ അനിയത്തിക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് സോണിയാഗാന്ധിക്ക് കങ്കണം കൊട്ടി കൊടുത്തിരിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ പേര് പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഒരു കിങ് പിന്നായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമല്ല, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. സുഭാഷ് കപൂറിൻ്റെ പേരും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. എന്നുവെച്ചാൽ കേരളത്തിലുള്ള പുരാതനമായ ക്ഷേത്രങ്ങളിൽ നമ്മൾ വളരെ ആരാധനയോടുകൂടി സൂക്ഷിക്കുകയും കാണുകയും അർച്ചന അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെടുകയും ആ വിഗ്രഹങ്ങൾ വിദേശങ്ങളിലേക്ക് കടത്തി വലിയ തുക സംഘടിപ്പിക്കുകയും അതിൽ നിന്നൊരു ചെറിയ തുക മുടക്കിയിട്ട് പഞ്ചലോഹത്തിൽ അതിൻ്റെ റിപ്ലിക്ക പണിത് വെക്കുകയും ചെയ്യുന്നൊരു സംഘമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ എന്നുള്ളതാണ് വന്നു ചേരുന്നത്. സാർ, അപ്പോൾ ഒരു സംശയം, ശബരിമല ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് ഒറിജിനൽ തന്നെ ആയിരിക്കും? സംശയമുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ ഒറിജിനലും അടിച്ചു മാറ്റിയിരിക്കും എന്നുള്ളതാണ്. ആ ഒറിജിനൽ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുന്നതിലും തന്ത്രിക്കോ മേൽശാന്തിക്കോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കോ യാതൊരു മടിയും ഉണ്ടാകാൻ ഒരു ന്യായവുമില്ല. കാരണം അവരുടെ പെരുമാറ്റം അതായിരുന്നു. അവരിപ്പോൾ എന്തൊരു കളവാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ സ്വർണം പൊതിഞ്ഞിട്ടേ ഇല്ല എന്ന് കോടതിയിൽ പറയല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണം പൊതിഞ്ഞതിന് രേഖയില്ല അവിടെയെന്ന്. ഈ സ്വർണം പൊതിയുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. അന്നത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അന്നത്തെ ദൃശ്യമാധ്യമങ്ങളില്ല അന്ന്. പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രിൻ്റ് മീഡിയയാണ്. ആ പ്രിൻ്റ് മീഡിയ 2 പ്രമുഖ പത്രങ്ങളിലും ഇത് നിത്യം വാർത്ത വന്നുകൊണ്ടിരുന്നതാണ്. കാരണം ഈ മല്ലയ്യ ഇങ്ങനെ 35 കിലോ സ്വർണം കൊണ്ടുവന്നിട്ട് തങ്കം കൊണ്ടുവന്ന് തങ്കത്തകിട് കൊണ്ട് ചെമ്പ് എടുക്കുകയും അതിൽ തങ്കത്തകിട് പൊതിയുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പത്രങ്ങളിലെല്ലാം വരികയും അതിൻ്റെ വലിയ ഇത് നടക്കുകയും അന്ന് തന്ത്രി ഇതിനെ ആശീർവദിക്കുകയും തന്ത്രി ഇതിൻ്റെ പൂജ നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും കമ്മീഷണറുമായിരുന്ന വാസു പറയുന്നത് അങ്ങനെ ഒരു രേഖയൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. രേഖ ഇല്ലെങ്കിൽ ഇതില്ല എന്ന് ഒരു കമ്മീഷണറും പ്രസിഡൻറ്റുമായിരുന്ന ഒരാൾ ഡിഫൻസിന് വേണ്ടി അത് പറയുന്നൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒന്നും മൊഴികൾ നമുക്ക് വിശ്വാസമല്ല, ഇവരുടെ ഒന്നും പ്രവൃത്തികൾ നമുക്ക് വിശ്വാസമല്ല. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ക്ഷേത്രത്തെയും വിഗ്രഹത്തെയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ബാധ്യസ്ഥരായവർ അതിനെ ഒറ്റുകൊടുത്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഒറ്റുകൊടുക്കുകയാണ്. ആ ഒറ്റുകാരാണ് ശബരിമലയിലുള്ള തന്ത്രിയും മേൽശാന്തിയും തന്ത്രിയും മേൽശാന്തിയും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പ്രിയൻ ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഒറിജിനലാണോ അല്ലയോ എന്ന കാര്യം പരിശോധിച്ച് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്.